2020 ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ കളത്തിലേക്ക്. രാത്രി 7-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടാണ് എതിരാളികൾ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഒരു തേരോട്ടമാണ് നമ്മൾ നടത്തിയത് അല്ലെ? അമേരിക്കയെ തോൽപ്പിക്കുന്നു, പിന്നീട് നമീബിയ, പാകിസ്ഥാനെതിരെ, നെതർലൻഡ്സിനെതിരെ ഒക്കെ പടയോട്ടം നടത്തിയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്ന് വളരെ നിർണായകമാണല്ലേ? തീർച്ചയായും ഇന്ത്യയുടെ ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ് വാങ്കഡെ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ എന്നും ഇന്ത്യയെ തുണച്ചിട്ടുള്ള ഒരു മണ്ണാണ് വാങ്കഡയുടേത്. ഞാനിപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. 2017 ശേഷം ഇവിടെ വാങ്കഡയിൽ നടന്ന ഒരു T20 മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ വലിയ കരുത്ത് ഇന്ത്യക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇംഗ്ലണ്ടുമായി നമ്മളൊന്ന് നേർക്കുനേർ വന്നിരുന്നു വാങ്കഡയിൽ കഴിഞ്ഞ വർഷം. ആ വർഷം അഭിഷേക് ശർമ്മയുടെ 135 റൺസ്, കൂറ്റൻ സെഞ്ചുറി, ഒരു വെടിക്കെട്ട് സെഞ്ചുറിയുടെ ബലത്തിൽ ഇംഗ്ലണ്ടിനെ അവരുടെ ചരിത്രത്തിലെ T20 ചരിത്രത്തിലെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളതും ഇതേ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. അങ്ങനെ സമീപകാല കണക്കുകൾ നോക്കിയാലും നേർക്കുനേർ കണക്കുകൾ നോക്കിയാലും ഒക്കെ തന്നെ വാങ്കഡെ ഇന്ത്യക്ക് അനുകൂലമാണ്. ഇംഗ്ലണ്ടിന് പൂർണ്ണമായി മോശമാണെന്ന് പറയാൻ കഴിയില്ല. ചില ഇംഗ്ലീഷ് ബാറ്റർമാരുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വാങ്കഡയിലെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്ക് അവർ കുറച്ച് മെച്ചപ്പെട്ട് കളിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ എന്നാൽ പോലും ഈ ഇന്ത്യൻ ടീമിലുള്ള താരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ അതിൽ സൂര്യകുമാർ യാദവ്, ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആവട്ടെ, ഹാർദിക് പാണ്ഡ്യ ആവട്ടെ, അങ്ങനെ മുംബൈ ഇന്ത്യൻസിൽ കളിച്ചും അല്ലെങ്കിൽ മുംബൈ ടീമിൽ, രഞ്ജി ടീമിൽ കളിച്ചും ഒക്കെ പരിചയമുള്ള, വാങ്കഡയെ നന്നായി അറിയാവുന്ന ഒത്തിരി താരങ്ങളാണ് ഇന്ത്യൻ ടീമിലുള്ളത്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യലായ വേദിയിൽ, ഒരു ഇന്ത്യക്ക് അനുകൂലമായി എന്നും നിന്നിട്ടുള്ള ഒരു വേദിയിൽ സെമി ഫൈനൽ മത്സരം കിട്ടി എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു ഘടകങ്ങളിൽ ഒന്നാണ്. അങ്ങനെ വലിയ വെടിക്കെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എപ്പോഴും വാങ്കഡയിൽ നടന്ന മത്സരങ്ങളിലൊക്കെ ഒരു ഹൈ സ്കോറിംഗ് മത്സരം നടന്നിട്ടുണ്ട്. സമീപകാലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഈ ലോകകപ്പിന്റെ തുടക്കത്തിലെ മത്സരത്തിൽ അമേരിക്കക്കെതിരെ ഇന്ത്യൻ ബാറ്റർമാർ റണ്ണെടുക്കാൻ ഒരല്പം ഈ വാങ്കഡയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് നടന്ന മത്സരങ്ങളിൽ ഹൈ സ്കോറിംഗ് ഗെയിം തന്നെയാണ് നടന്നത്. ഇംഗ്ലണ്ടിന്റെ പോലും വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ഉയർന്ന സ്കോർ വന്നിട്ടുള്ള ഒരു വേദി കൂടിയാണ് വാങ്കഡെ. അതുകൊണ്ട് ഇന്നും ഒരു ഹൈ സ്കോറിംഗ് ഗെയിം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട്, അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഇതുവരെ ക്ലിക്കായി കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു മടങ്ങി വരവ്, അദ്ദേഹത്തിന്റെ ഒരു വലിയ ഇന്നിങ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസന്റെ പ്രകടനത്തെ കൂടി നമ്മൾ ഉറ്റുനോക്കുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നിർണായകമായ പോരാട്ടത്തിൽ സഞ്ജുവിന്റെ പ്രകടനത്തിലൂടെയാണ് ഇന്ത്യ ഈ സെമിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. അങ്ങനെ സഞ്ജു തിളങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി അത്തരത്തിലുള്ള ഒരു ഇന്നിങ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ ബോളർമാരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം നമ്മളൊക്കെ കാത്തിരിക്കുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ 2 ലോകകപ്പുകളിലും സെമിയിൽ നേർക്കുനേർ വന്ന ടീമുകളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും. അതിൽ 2022 ഇന്ത്യയെ തോൽപ്പിച്ച് സെമിയിൽ നിന്ന് മുന്നേറിയതാണ് ഇംഗ്ലണ്ട്. അന്ന് അവർ കിരീടം ചൂടി. 2024 ആയപ്പോൾ ഇന്ത്യ സെമിയിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. പിന്നീട് ഇന്ത്യ കിരീടം ചൂടി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മറൈൻ ഡ്രൈവിലൂടെ 2 വർഷം മുമ്പ് ഇന്ത്യ കിരീടവുമായി തുറന്ന ബസ്സിൽ ഇന്ത്യൻ താരങ്ങൾ വന്നത് ഇപ്പോഴും ഓർക്കുന്നു. ആ ടീം ബസ്സിൽ സഞ്ജു സാംസൺ വന്നുണ്ടായിരുന്നു. വിരാട് കോഹ്ലി അടക്കമുള്ള സൂപ്പർ താരങ്ങളൊക്കെ, ആരാധകരുടെ ഒരു കടൽ, യഥാർത്ഥത്തിൽ മറൈൻ ഡ്രൈവിന് അപ്പുറത്തേക്കുള്ള കടലിനെയൊക്കെ അപ്രസക്തമാക്കുന്ന തരത്തിൽ മനുഷ്യ കടൽ യഥാർത്ഥത്തിൽ ആ ദിവസം 2 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സ്പെഷ്യലായ ഇടത്താണ് ഇന്നിപ്പോൾ മത്സരം നടക്കുന്നത്. ഇന്ന് കഴിഞ്ഞ തവണത്തെ ചരിത്രം ഇന്ത്യ ആവർത്തിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കിരീടം നിലനിർത്താനുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടേത്. ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കാൻ വാങ്കഡയിൽ നിന്നൊരു വലിയ വിജയം ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കും എന്നത് തന്നെയാണ് പ്രതീക്ഷ. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.